നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ ഉഡായിപ്പ് എസ്.എം.ബി സീസൺ 2 സെലക്റ്റായി. എന്നാൽ പ്ലഗിൻ ഇഷ്യൂ കാരണം ഉഡായിപ്പ് എസ്.എം.ബി സീസൺ 2 കുറച്ച് നാളത്തേക്ക് നിർത്തിവെച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേറൊരു എസ്.എം.ബിയിലോട്ട് സെലക്റ്റായി. ദ തുപ്പൽ എസ്.എം.ബി സീസൺ 2. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് ഡേ ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്നാൽ വരുന്ന എപ്പിസോഡുകളിൽ നല്ല കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയും കട്ടിയുള്ള വോയിസ് സംസാരിച്ച് എൻ്റെ വോയിസ് ഒരു പരുവത്തിലായി. അതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം സെർവറിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് തുപ്പൽ എസ്.എം.ബി സീസൺ 2. ഏതാ ക്ലാസ് കണ്ടില്ലേ? ഓക്കെ, അപ്പം ഈ സെർവർ ഗ്രീഫിങ് അലൗഡാണ്. പിന്നെ കൂടാതെ തന്നെ നമുക്കൊരു ബേസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കോഡ് എവിടെയായിരുന്നു? ഓക്കെ, അപ്പം നമുക്ക് സെർവർ ഡോമിനേറ്റ് ചെയ്യണം. ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനുള്ള ഗ്രൈൻഡും കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനായിട്ട് പോകണം. സെർവർ സ്പോണിൽ നിന്ന് കുറേ ദൂരോട്ട് പോകണം. എന്തായാലും ഞാൻ ആദ്യം സ്പോണിൽ നിന്ന് ഇറങ്ങട്ടെ. കാരണം എൻ്റെ ബേസ് ഞാൻ പിന്നെ ഏതെങ്കിലും സ്റ്റാഫിനോട് എല്ലാം ചോദിച്ച് അങ്ങോട്ട് ഞാൻ പോകാം. ഇപ്പം നമുക്ക് ബേസിൽ പോകുന്നതിന് മുമ്പേ ഗ്രൈൻഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ആക്ച്വലി ഇത് സെർവർ രണ്ടാമത്തെ ടൈമാണ്. ആദ്യം ബേസ് കാണിച്ചു തന്നാൽ പക്ഷേ ഞാൻ കോഡ്സ് എഴുതിയെടുക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് വെളിയിലോട്ടൊക്കെ ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ നെതർ പോർട്ട്. ഇത് കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോഴാണ് ഇതുവഴിയാണ് നമ്മൾ വെളിയിലോട്ട് പോകുന്നത്. ഇതിൻ്റെ വെളിയിലോട്ടാണ് നമുക്ക് എല്ലാം. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി ഏരിയ മുന്നോട്ട് പോയിട്ട് ഞാൻ അതിങ്ങനെ നടന്ന് എൻ്റെ പൊന്നു എടാ ഈ ബാമ്പ് സമ്മതിക്കത്തില്ല കേട്ടോ. അതെ വന്നു ഭയങ്കര ഹാങ് ഉണ്ട്. കുഴപ്പമില്ല. അങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടൊരു ബേസ് കണ്ടു. അപ്പോൾ നമുക്കിതങ്ങ് ഗ്രീഫ് ചെയ്യാനായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ബേസാണ്. എന്തെങ്കിലും തന്നെ കിട്ടണം. നെതർ റാക്ക്. ഓക്കെ, ഇരിക്കട്ടെ. ആരുടെ ബേസാണെന്ന് അറിയത്തില്ല. ആരുടെ ആണെങ്കിലും സോറി, ഡെവിലിന് ഇച്ചിരി സാധനങ്ങൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുക്കുവാണ്. സോറി. ഓക്കെ, അപ്പം നമുക്ക് അകത്തോട്ട് പോയി നമ്മളൊരു സെർവറിൽ കയറുമ്പോൾ ഉള്ളതിൻ്റെ ഒരു റൂൾ എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് അയറൺ ആർമർ. പറഞ്ഞു തീർന്നില്ല, അതേ കിടക്കുന്നു. ഒരു അയറൺ ആർമർ സെറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് അതെടുക്കാം. എന്തിനാണ് ബ്രോ ഇത്ര ആർമറൊക്കെ? ചിൽ യുവർ ലൈഫ്. ഇത് പിന്നെ എൻ്റെ മൈൻക്രാഫ്റ്റ് ഒന്ന് ഡിലീറ്റ് ആയിരുന്നു. അത് വീണ്ടും കയറ്റിയതാണ്. തുറക്കണോ മണ്ട? അയ്യല്ല ഓക്കെ. പൊട്ടാറായി, കുഴപ്പമില്ല. അങ്ങനെ ഇത് ബേസ് ഒന്ന് ലീഫ് കെട്ടിയാൽ നിങ്ങളെ കാണാം. ഇവിടെ ഇവിടെ ഒരു പെറ്റുണ്ട്. നെവർ മൈൻഡ്, ജസ്റ്റ് കിഡിങ്. പോർട്ട് നമുക്ക് പോർട്ടിനകത്ത് അകത്തോട്ട് പോയി നോക്കാം. അവിടുത്തെ ഓക്കെ നമ്മൾ നെതർ ഹബിലെത്തി. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ സ്പോണിൻ്റെ പോർട്ട് ഏതാന്ന് നോക്കാം. സ്പോണിൻ്റെ പോർട്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേ ഒന്നും പറയാനില്ല. അവിടെ കുറേ ഹോഗ്ലിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞില്ല, സെർവർ ഡോമിനേഷൻ. അത് നമ്മൾ ചെയ്തിരിക്കും. എത്ര താമസിച്ച ഓക്കെ ഞാൻ എടേ ഇവിടെ നിന്ന് ചെസ്റ്റ് അടക്കം എടുത്തോണ്ട് ഓടിയടേ. എന്താണോ ഈ സെർവറിലെ ആൾക്കാർ? കുറച്ചും കൂടെ ഫ്രണ്ടിലോ സൈഡ് എൻ്റർമാനൊക്കെ കറങ്ങി കിടക്കാം. ഓക്കെ, എനിക്ക് ഈ ഡ്രിപ്പ് സ്റ്റോൺ വേണം. ഇവിടെ പൊട്ടിക്കുന്നത് അലൗഡാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ, കാരണം ഞാൻ ഗേറ്റിന് വെളിയിലാണ്. അപ്പം പ്രതീക്ഷിക്കുന്നു ഇവിടെ പൊട്ടിക്കുന്നത് അലൗഡാണ്. ഈ സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ തൊടുന്നു പോലുമില്ല. ഇവിടെ ഈ ബ്ലോക്കൊക്കെ ഇരിക്കുന്ന കണ്ടുകൊണ്ടാണ് പൊട്ടിക്കുന്നത്. ഓക്കെ,
നമുക്ക് സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു അയൺ ആർമർ കിട്ടി. എന്തായാലും സർവർ എല്ലാവരും മെഗാബേസ് ഒക്കെ ഞാനിപ്പോൾ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. നമ്മളും വൈകാതെ തന്നെ നമ്മുടെ ബേസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. പിന്നെ ഒരു ഷോപ്പ് ഇടണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഔട്ട് ചെയ്ത് ഈ ട്രീ നോക്കി വന്നപ്പോഴാണ് ഫ്രണ്ടിൽ ഇത് കണ്ടത്. ഒരു വലിയൊരു മോഡേൺ ബേസ്. ഇപ്പം എനിക്ക് ഫുഡാണ് ആവശ്യം. അപ്പം താൽക്കാലികമായി ഇത് ആരുടെ ബേസ്, എനിക്ക് ആരുടെ ബേസാണെന്നും അറിയത്തില്ല. എനിക്ക് ബീച്ച് ബ്രോയിനെ മാത്രമേ അറിയത്തുള്ളൂ സർവറിൽ അകപ്പാട്. വേറെ ആരെയും അറിയാം. എൻ്റെ നെയ്ബറിനെ പോലും എനിക്ക് ശരിക്കും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ, എടാ റെഡ് സ്റ്റോൺ ഇത് ആരുടെ ബേസാണ്? ഓ, മൈ നെയിം ഈസ് ജസ്റ്റ് ക്ലിയർ ടീസ്പോൺ ഐറ്റം വിത്തൗട്ട്. സോറി, ഇവിടെ ഫുഡ് ഇല്ലല്ലോ ഈ നാട്ടുകാരുടെ കയ്യിൽ. എന്ത് ക്ഷാമോടെ ഫുഡെന്ന് പറയുന്നത് ഞാനും ഒറ്റ മനുഷ്യൻ്റെ കയ്യിലല്ലോ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ഫുഡ് അന്വേഷിച്ച് തന്നെ നടന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ബേസിലോട്ട് ഞാൻ പോയി. ഓക്കെ, RIP പോക്കി. നൈസ്. വേറെ വീടാ പിങ്ക്. ഓ, നെവർ മൈൻഡ്. അത് നമ്മൾ കണ്ടിട്ടില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. ഓക്കെ. ഓ, കെൽപ്പ്. ലെറ്റ്സ് ഗോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ദൂരോട്ട്. ഒരു വൂൾഫ് അവിടെ മോനെ, ഇത് നാച്ചുറലാണ്. ഓ എടാ എടാ എന്നെ ക്യൂട്ടടാ. പൊളി 1.21 പൊളിച്ചു കേട്ടോ. ബട്ട് ബൈ ബ്രദർ. ക്യൂട്ട്നെസ് എൻ്റെ അടുത്ത് വേണ്ട. എനിക്കിപ്പോൾ പെറ്റിൻ്റെ ഒരാവശ്യമില്ല. സോ നെവർ മൈൻഡ്. ആൻഡ് എനിക്ക് ഈ വുൾഫിൻ്റെ ഈ കളർ വേറിയൻ എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്തോ ഒരു വേറെന്തോ ഒരു ഫീൽ വരുന്നത് കണ്ടിട്ട്. ഓ, സ്നോമാൻ. ഇവിടെയും കൂടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഈ വീഡിയോ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഡയറക്റ്റ് അങ്ങ് ഇടാൻ പോകും.